നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. പെരുമാറ്റച്ചട്ട ലംഘനം സംബന്ധിച്ച LDFന്റെ പരാതിയിൽ നടപടിയുമായി ജില്ലാ ഭരണാധികാരി. ആന്റണിയുടെ വികസന ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങളിലെ പേരും ചിത്രങ്ങളും മറയ്ക്കാനാണ് നിർദ്ദേശം. ഇലക്ഷൻ സ്ക്വാഡിനാണ് കളക്ടർ നിർദ്ദേശം നൽകിയത്. ഇതിന് ചെലവാക്കുന്ന തുക ആന്റണിയുടെ തെരഞ്ഞെടുപ്പ് ചെലവിൽ വകയിരുത്തും. മണ്ഡലത്തിലെ 63 ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങളിലെയും 20 4G ടവറുകളിലെയും ആന്റണിയുടെ പേര് മറച്ചുവെക്കാൻ നടപടി വേണമെന്നായിരുന്നു LDF ആവശ്യം. മറയ്ക്കാൻ തടസ്സമുണ്ടെങ്കിൽ തോമസ് ഐസക്കിന്റെ പേര് കൂടി പ്രദർശിപ്പിക്കാൻ അനുമതി നൽകണം എന്ന പരാതിയിലെ ആവശ്യം കളക്ടർ തള്ളി. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ട ലംഘനത്തിന് പത്തനംതിട്ടയിലെ ഇടത് സ്ഥാനാർത്ഥി ഡോക്ടർ തോമസ് ഐസക്കിന് ഭരണാധികാരി ഇന്നലെ താക്കീത് നൽകിയിരുന്നു. കുടുംബശ്രീയുടെ ഔദ്യോഗിക പരിപാടി ഇലക്ഷൻ പ്രചാരണത്തിനായി ദുരുപയോഗം ചെയ്തെന്ന UDF പരാതിയിലായിരുന്നു ജില്ലാ ഭരണാധികാരിയായ കളക്ടർ ശക്തമായ താക്കീത് നൽകിയത്. ചട്ടലംഘനത്തെ ആദ്യം ന്യായീകരിച്ച ഡോക്ടർ ഐസക് താക്കീത് കിട്ടിയതോടെ പിഴവ് പ്രവർത്തകരുടെ മേൽ ചാരി.